ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടീഷൻ ഓഫ് അയഡിൻ ഇൻ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആൻഡ് അക്വസ് പൊട്ടാസ്യം അയഡൈഡ്. ഇതിൻ്റെ തിയറി പാർട്ടുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ചെയ്യുന്ന രീതിയൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അയഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇൻ കാർബൺ ടെട്രാ ക്ലോറൈഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിനൊരു ബോട്ടിലെടുത്തിട്ട്, ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ സബ്ലൈമബിൾ അയഡിൻ്റെ ഒരു ബീഡ്സ് ഉണ്ടല്ലോ, അതിട്ട് കാർബൺ ടെട്രാ ക്ലോറൈഡ് ഒഴിച്ച് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കുക. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവണം. ഈ സൊല്യൂഷൻ്റെ അടിയിൽ അയഡിൻ്റെ ക്രിസ്റ്റലുകൾ ബാക്കി ഉണ്ടായിരിക്കണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അയഡിൻ ഇൻ CCl4 സൊല്യൂഷനായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ അയഡിൻ ഇൻ CCl4 സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് 4 ബോട്ടിലുകളാണ്. അയഡിൻ ഫ്ലാസ്ക് സ്റ്റോപ്പേഡ് ആയിട്ടുള്ള 4 ബോട്ടിലുകൾ വേണം. ആ ബോട്ടിലുകളെ 1 2 3 4 എന്ന് നമ്പർ ഇടുക. ഇനി ആ ബോട്ടിലുകളിലേക്ക് നമ്മൾ ഈ അയഡിൻ ഇൻ CCl4 അക്വസ് KI സൊല്യൂഷനും ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ എടുക്കുക. അപ്പം ഇത് ബോട്ടിലുകളിലേക്ക്, ബോട്ടിൽ 1 2 3 4ലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട സൊല്യൂഷനാണ് KI സൊല്യൂഷൻ. അപ്പോൾ സ്റ്റോക്കായിട്ട് നിങ്ങൾ 1 നോർമൽ KI സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കണം. 16.6 ഗ്രാം KI വെയിറ്റ് എടുത്ത് 100 ml ഡിസോൾവ് ചെയ്ത് മേക്കപ്പ് ചെയ്താൽ 1 നോർമൽ KI സൊല്യൂഷനായി. ഇനി അതിൽ നിന്ന് ആ KI സൊല്യൂഷനെ ഒരു ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക. ബ്യൂററ്റ് റിൻസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണേ, അത് ഓർക്കണം. പിന്നെ ബ്യൂററ്റിൽ നിന്ന് ഒരു 10 ml സൊല്യൂഷന് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എടുക്കുക. അത് 100 ആക്കി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0.1 നോർമൽ KI സൊല്യൂഷനായി. ഇനി എക്സാമിനർ ഈ സ്റ്റോക്ക് 1 നോർമൽ KI സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്കൊരു അൺനോൺ തരും. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എക്സാമിനർ 11 12 13 ml KI ഈ സെയിം ബ്യൂററ്റിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ട്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തരും. ബാക്കി മേക്കപ്പ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും. അപ്പം മേക്കപ്പ് ചെയ്യുമ്പം അൺനോൺ KI ആയി. ഇനി ഈ സൊല്യൂഷനാണ് നമ്മളെ അക്വസ് KI സൊല്യൂഷനിൽ ഒന്നാമത് നിങ്ങൾ ഉണ്ടാക്കിയത് 0.1 നോർമൽ സ്റ്റാൻഡേർഡ് ആണ്. അതാണ് ബോട്ടിൽ 1ലേക്കും 2ലേക്കും ഒഴിക്കേണ്ടത്. ടീച്ചർ തന്ന സൊല്യൂഷൻ അതാണ് അൺനോൺ KI സൊല്യൂഷൻ. അതാണ് ബോട്ടിൽ നമ്പർ 3ലേക്കും 4ലേക്കും ഒഴിക്കേണ്ടത്. ഇതുപോലെ തന്നെ ബോട്ടിൽ നമ്പർ 2ലേക്ക് 8 ml അയഡിൻ ഇൻ CCl4 2 ml പ്യുവർ CCl4 പിന്നെ ഒരു 15 ml 0.1 നോർമൽ KI ഒഴിക്കുക. ഇനി ബോട്ടിൽ നമ്പർ 3ലേക്ക് 10 ml അയഡിൻ ഇൻ CCl4 ഇനി മൂന്നാമത് നിങ്ങൾ ഉണ്ടാക്കിയൊരു സൊല്യൂഷനാണ് നിങ്ങളെ ടീച്ചർ തന്ന അൺനോണിനെ മേക്കപ്പ് ചെയ്ത KI, അൺനോൺ KI. അതിൽ നിന്ന് 15 ml ഒഴിക്കുക. നാലാമത്തെ ബോട്ടിലേക്ക് ഇതേപോലെ തന്നെ 10 ml അയഡിൻ ഇൻ CCl4 15 ml അൺനോൺ KIയും ഒഴിക്കുക. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. 3നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ബോട്ടിൽ നമ്പർ 4. നെക്സ്റ്റ് ഈ 4 ബോട്ടിലുകൾ, സൊല്യൂഷൻ ഒഴിച്ച ഈ 4 ബോട്ടിലുകളും ഒന്നിച്ച് 1 മണിക്കൂർ ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്കറിലോ അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിങ്ങോ ആവാം. 1 മണിക്കൂർ ഷെയ്ക്ക് ചെയ്ത് ബോട്ടിലുകൾ നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കണം. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലെ സൊല്യൂഷൻസ്, പിന്നെ അക്വസ് ലെയറും ഓർഗാനിക് ലെയറും സെപ്പറേറ്റ് എടുത്ത് ടൈട്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ 1 എടുക്കുക. ബോട്ടിൽ 1ത്തെ സൊല്യൂഷൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്യൂററ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് അതിലൊന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കുറച്ച് നേരം അവിടെ വെക്കുമ്പം അതിൻ്റെ 2 ലെയറുകളും 2 ഓർഗാനിക് ലെയർ താഴെയും അക്വസ് ലെയർ മേലെയായിട്ട് 2 സെപ്പറേറ്റ് ലെയറായിട്ട് നിൽക്കും. എന്നിട്ട് ഈ ഓർഗാനിക് ലെയറിൽ നിന്ന് നമ്മൾ 2 ml സൊല്യൂഷൻ എടുത്തിട്ട് അത് ടൈട്രേറ്റ് ചെയ്യണം. 2 ml ഓർഗാനിക് ലെയറിലേക്ക് 3 ml കോൺസെൻട്രേറ്റഡ് HCl, പിന്നെ നേരത്തെ പറയാൻ വിട്ട സാധനമാണ്, ഓർഗാനിക് ലെയറിലേക്ക് ഒരു 3% 5 ml KI ആഡ് ചെയ്യണം. എന്നിട്ട് ഡയല്യൂട്ട് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുക. സോഡിയം തയോസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഇൻഡിക്കേറ്റർ ഒഴിക്കണ്ട. സോഡിയം തയോസൾഫേറ്റ് ടൈട്രേഷനിൽ സ്റ്റാർച്ചാണ് ഇൻഡിക്കേറ്റർ. പക്ഷേ ഒരു പേളി യെല്ലോ കളർ എത്തുന്ന സമയത്താണ് നമ്മൾ സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് അതിനൊരു ഗ്രേപ്പ് കളർ കിട്ടും.
ഈ കളർ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ എൻ പോയിന്റ്. എന്തെല്ലാം ചെയ്തത്? ആദ്യം 2 ml ഓർഗാനിക് ലെയർ എടുത്തു, അതിലേക്ക് 3 ml കോൺസെൻട്രേറ്റഡ് HCl ഒഴിച്ചു, 100 ആക്കി ഡൈല്യൂട്ട് ചെയ്തു, സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്തു. അത് ഒരു പെയിൽ യെല്ലോ കളറാകുമ്പോൾ 2 ഡ്രോപ്പ് സ്റ്റാർച്ച് ഒഴിക്കുക, വീണ്ടും ടൈട്രേഷൻ തുറന്ന് ആ കളർ പോകുന്നത് വരെ ടൈട്രേറ്റ് ചെയ്യുക. ദിസ് ഇസ് ദ എൻഡ് പോയിന്റ്. ഇപ്പം നമ്മൾ ബോട്ടിൽ നമ്പർ 1 ഓർഗാനിക് ലെയറാണ് ഇപ്പോൾ ടൈട്രേറ്റ് ചെയ്ത് അതിൽ എത്ര അയഡിൻ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഇനി ഇതേപോലെ അതിൻ്റെ ബാക്കി അത് കൺകോർഡൻ വാല്യൂ ആക്കുക ആദ്യം, എന്നിട്ട് പിന്നെ അതിൻ്റെ ഓർഗാനിക് ലെയറൊക്കെ നമ്മൾ ആ സെയിം ബോട്ടിൽ നമ്പർ 1 തന്നെ ഡീക്കാൻഡ് ചെയ്തിട്ട് അതിൻ്റെ അക്വസ് ലെയറിൽ നിന്ന് 5 ml എടുത്തിട്ടും ടൈട്രേറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ സെയിം പ്രൊസീജിയർ ബോട്ടിൽ 2, 3, 4 നമ്മൾ ഫോളോ ചെയ്യുക. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് അയഡിൻ CCl4. പിന്നെ നമ്മൾ സ്റ്റോക്ക് KI സൊല്യൂഷൻ ഉണ്ടാക്കി. സ്റ്റോക്ക് KI സൊല്യൂഷൻ ഉണ്ടാക്കാൻ 16.6 gram KI 100 ml ഡിസോൾവ് ചെയ്ത് മേക്കപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടൈട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ് അപ്രോക്സിമേറ്റ്ലി 0.05 നോർമൽ സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ച് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഏകദേശം 0.49 gram പൊട്ടാസ്യം കൃത്യം വെയിറ്റ് എടുക്കണം. പ്രൈമറി സ്റ്റാൻഡേർഡാണ്. 0.49 gram പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെയിറ്റ് എടുത്ത് 100 ml ഡൈല്യൂട്ട് ചെയ്ത് 0.1 നോർമൽ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്ത് സോഡിയം തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓർഗാനിക് ലെയർ, നമ്മളെ ബോട്ടിൽ നമ്പർ 1 ഓർഗാനിക് ലെയറിനെ ടൈട്രേറ്റ് ചെയ്യുകയാണ്. അപ്പം ഓർഗാനിക് ലെയറിൽ നിന്ന് 2 ml എടുത്ത് ടൈട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിന് സോഡിയം തയോസൾഫേറ്റിൻ്റെ റീഡിങ് 7.4 കിട്ടി. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പം സോഡിയം തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 0.0546 ആണ് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇൻറ്റു 7.4 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഓർഗാനിക് ലെയർ 2 ml ആണ്. പക്ഷേ നമുക്ക് അവിടെ കിട്ടുക അയഡിൻ, നമുക്ക് ഇവിടെ വേണ്ടത് മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. സോ I2ൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 2 × 2 കൊടുക്കും. അതാണ് ആ 4 വരുന്നത്. അപ്പോൾ നമുക്ക് 0.1010 എന്ന് കിട്ടും നോർമാലിറ്റി. നെക്സ്റ്റ് നമ്മൾ ബോട്ടിൽ നമ്പർ 1 അക്വസ് ലെയർ. അപ്പോൾ ഓർഗാനിക് ലെയർ 2 ml ടൈട്രേഷൻ ചെയ്യുക, അതൊന്നും കൂടെ ചെയ്ത് കൺകോർഡൻ്റ് ആക്കുക. എന്നിട്ട് അതിൽ ബാക്കിയുള്ള ഓർഗാനിക് സൊല്യൂഷൻ എല്ലാം ബോട്ടിൽ നമ്പർ 1 തന്നെ ഡീക്കാൻഡ് ചെയ്തിട്ട് അതിൻ്റെ അക്വസ് ലെയറിൻ്റെ ആ ജംഗ്ഷനും കൂടെ ഡീക്കാൻഡ് ചെയ്ത് കളഞ്ഞിട്ട് അക്വസ് ലെയർ എടുക്കുക. അക്വസ് ലെയറിലുള്ള 5 ml സൊല്യൂഷൻ നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറിൽ തന്നെ സോഡിയം തയോസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് സോഡിയം തയോസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻ പോയിൻ്റ് കിട്ടും. ആ എൻ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ അക്വസ് ലെയറിൽ എത്ര അയഡിൻ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയത് 7.5 ml ആണ് സോഡിയം തയോസൾഫേറ്റിൻ്റെ വോളിയം കിട്ടിയത്. അപ്പോൾ 7.5 × 0.0546 അതെന്താണ്? സോഡിയം തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് അക്വസ് ലെയർ 5 ml നമ്മൾ എടുത്തത്. 5 × 2 മോളിക്കുലാർ അയഡിൻ ആയതുകൊണ്ട് × 2 എന്നും കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അക്വസ് ലെയറിലുള്ള അയഡിൻ, മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ 0.04045 നോർമൽ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ചെയ്ത ടൈട്രേഷൻ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് വെച്ച് ബോട്ടിൽ നമ്പർ 1 ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്തുകയാണ്. അപ്പം അതിൽ എന്തായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ അക്വസ് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷനാണ്. അതിൽ ഓർഗാനിക് ലെയറിലുള്ള അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ലെയർ 2 ml എടുത്ത് ടൈട്രേറ്റ് ചെയ്ത് കിട്ടിയ കോൺസെൻട്രേഷൻ തന്നെയാണ്. അവിടെ വേറെ റിയാക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അക്വസ് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അക്വസ് ലെയറിലേക്ക് വരുന്ന അയഡിൻ്റെ ഒരു പാർട്ട് KI-യുമായിട്ട് റിയാക്ട് ചെയ്ത് KI3 ആവുന്നു. നമ്മൾ ഓൾറെഡി മറ്റേ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഡയറക്റ്റ് അക്വസ് ലെയർ 5 ml ടൈട്രേറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്നത് ഫ്രീ ആയിട്ടുള്ള മോളിക്കുലാർ അയഡിൻ്റെ എമൗണ്ട് അല്ല. അപ്പോൾ നമുക്ക് അക്വസ് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്
നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇതാ KD = C ഓർഗാനിക് / C അക്വസ് എന്നുള്ളതിൽ നിന്ന് കിട്ടും. കാരണം KD എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് പാർട്ടീഷൻ ലോ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അയഡിൻ ഈ സിസ്റ്റത്തിൻ്റെ KD എന്ന് പറയുന്നത് 82 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് C അക്വസ് എന്ന് പറയുന്നത് C ഓർഗാനിക് / KD ആണ്. അങ്ങനെ കണ്ടെത്തുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ആ കിട്ടിയ ഓർഗാനിക് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ C2 അവിടുന്ന് കിട്ടി. ഇനി ആ C2 വെച്ചിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്താനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. C2 - C1/K0. C2 പറഞ്ഞാൽ അക്വസ് ലെയറിലുള്ള കോൺസെൻട്രേഷൻ മൈനസ് ഓർഗാനിക് ലെയറിലുള്ള കോൺസെൻട്രേഷൻ ബൈ KD ഡിവൈഡഡ് ബൈ A - C2 - C1/K0. A എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് KI, അത് ബോട്ടിൽ നമ്പർ 1-ൽ 0.1 നോർമലാണ്. പിന്നെ അക്വസ് ലെയറിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ കോൺസെൻട്രേഷൻ മൈനസ് ഓർഗാനിക് ലെയറിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ഡിവൈഡഡ് ബൈ KD ഇൻറ്റു ഓർഗാനിക് ലെയറിലുള്ള കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ KD. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ നമ്പർ 1-ൽ നിന്നൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 533.832 എന്ന് കിട്ടി. ഇനി ഇതുപോലെ ബോട്ടിൽ നമ്പർ 2-ലുള്ള അക്വസ് ലെയറും ഓർഗാനിക് ലെയറും ടൈട്രേറ്റ് ചെയ്യുക. അതിൽ നിന്നും സെയിം പ്രൊസീജിയറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്തുക. അത് കണ്ടെത്തിയതാണ് ഞാൻ ഇവിടെ ഈ ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ നമ്പർ 2-ൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്തി അതിന് 551.265 ആണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പം ബോട്ടിൽ നമ്പർ 1-ൽ നിന്ന് 533.834 കിട്ടി. ബോട്ടിൽ നമ്പർ 2-ൽ നിന്ന് 551.265 കിട്ടി. അപ്പോൾ ഈ 2 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയി. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ബോട്ടിൽ നമ്പർ 3-ലും 4-ലും നമുക്ക് എക്സാമിനർ തന്നിട്ടുള്ള അൺനോൺ KIയുടെ കോൺസെൻട്രേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ നമ്പർ 3 എടുത്തു. അതിലുള്ള ഓർഗാനിക് ലെയർ 2 ml എടുത്ത് അതിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടെത്തി. അക്വസ് ലെയർ 5 ml എടുത്ത് അതിലുള്ള അയഡിൻ്റെ കോൺസെൻട്രേഷനും കണ്ടെത്തി. അപ്പം അതൊക്കെ സെയിം പ്രൊസീജിയറാണ്, അത് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആ ഓർഗാനിക് ലെയറിലുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ ആ KD എന്നുള്ള ഇക്വേഷൻ KD = C1/C2 ഇട്ട് കൊടുത്താൽ അക്വസ് ലെയറിലുള്ള ഫ്രീ ആയിട്ടുള്ള മോളിക്കുലാർ അയഡിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. അക്വസ് ലെയറിലുള്ള അയഡിന് ഫ്രീ അയഡിനും ഉണ്ട്, KI ആയിട്ട് റിയാക്ട് ചെയ്ത് KI3 ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതിലുള്ള അപ്പം അക്വസ് ലെയറിലേക്ക് പോയ അയഡിനിൽ റിയാക്റ്റഡ് KI എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് കിട്ടിയ അക്വസ് ലെയറിൻ്റെ ടൈട്രേഷനിൽ നിന്ന് അക്വസ് ലെയറിലുള്ള ഫ്രീ അയഡിൻ്റെ കോൺസെൻട്രേഷൻ മൈനസ് ചെയ്തതാണ്. അപ്പോൾ അക്വസ് ലെയറിൽ നമുക്ക് കിട്ടിയ ടൈറ്റർ വാല്യൂ എന്ന് കിട്ടിയ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C2-ൽ നിന്ന് C1/K0 കുറച്ചത്. C1/K0 എന്ന് പറഞ്ഞാൽ അക്വസ് ലെയറിലുള്ള ഫ്രീ അയഡിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ നമുക്ക് റിയാക്റ്റഡ് അയഡിൻ എത്ര അയഡിനാണ് KI ആയിട്ട് റിയാക്ട് ചെയ്തത് എന്നുള്ളത് കിട്ടും. ദാറ്റ് ഡയറക്ട്ലി ഗീവ്സ് ദ റിയാക്റ്റഡ് KIയുടെ കോൺസെൻട്രേഷൻ. അതാണ് ഇവിടെ ഈ ചെയ്തിട്ടുള്ളത്. C2 - C1/KD അത് കുറച്ചപ്പോൾ നമുക്ക് റിയാക്റ്റഡ് KI എന്ന് പറയുന്നത് 0.05017 ആണെന്ന് കിട്ടി. ഇനി ടോട്ടൽ അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിയാക്റ്റഡ് KI പ്ലസ് അൺറിയാക്റ്റഡ് KI ആണ്. അപ്പോൾ അൺറിയാക്റ്റഡ് KI രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും വെച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് 2 ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിയാക്റ്റഡ് KI കാണാൻ C2 - C1/KD ഡിവൈഡഡ് ബൈ C1/KD ഇൻറ്റു K. ഈ K എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആദ്യത്തതിൽ നമ്മൾ 533 നമ്മൾ ഫസ്റ്റ് K വാല്യൂ ഇട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റിയാക്റ്റഡ് KIയുടെ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് KI എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ റിയാക്റ്റഡ് KIയും ഇപ്പോൾ കിട്ടിയ അൺറിയാക്റ്റഡ് KIയും കൂടെ ആഡ് ചെയ്തിട്ട് 0.1332 എന്ന് കിട്ടി. ഇനി രണ്ടാമത് നമുക്ക് രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ അൺറിയാക്റ്റഡ് KI എത്രയെന്ന് കണ്ടെത്തുക. അൺറിയാക്റ്റഡ് KI പ്ലസ് റിയാക്റ്റഡ് KI ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് KI കിട്ടും. ഇതിപ്പോൾ ബോട്ടിൽ നമ്പർ 3-യുടെ മാത്രം കേസാണ്. ഇനി ഇതേപോലെ ബോട്ടിൽ നമ്പർ 4-ൻ്റെയും ചെയ്യുക. അപ്പോൾ നമുക്ക് 4 റിസൾട്ട് ഉണ്ടാവും. അൺനോൺ KIക്ക് 4 റിസൾട്ട് ഉണ്ടാവും. ഈ 4 റിസൾട്ടും എക്സാമിനർ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് അവർ എറർ പെർസെൻറ്റേജ് എത്ര വരെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ പാർട്ട്. ഓക്കെ, താങ്ക് യു.